അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഒരു ചരിത്ര മുഹൂർത്തം അരങ്ങേറി. CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി BJP. അപ്പോൾ അതില് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അത് കഴിഞ്ഞിട്ട് CJP അവരെ സമരം നിർത്തി, സമരപന്തൽ കഴിച്ചു മാറ്റി പോയി. അവിടുത്തെ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തു. അത് നല്ല ഏരിയ. അപ്പൊ അതൊക്കെ ഡൽഹിയിലത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറി. അതിപ്പോ പല വിഭാഗത്തിൽ, എസ്പെഷ്യലി അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിനിമാ നടന്മാരിലും അല്ലെങ്കിൽ CJPക്ക് സപ്പോർട്ട് കൊടുത്ത ആൾക്കാരിലും BJPക്ക് സപ്പോർട്ട് കൊടുത്ത ആൾക്കാരിലും അതിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പൊളിറ്റിക്സിനേക്കാൾ ഉപരി, അതായത് BJP കോൺഗ്രസ് CPIMനേക്കാൾ ഉപരി ഈ CJPക്കും BJPക്കും സപ്പോർട്ട് കൊടുക്കണ മറ്റു മേഖലയിലുള്ള ആൾക്കാരിലെ ചുറ്റുപറ്റിയാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിൽ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ മോഹൻലാലിന്റെ മോളാണ് ഇത് ആദ്യം CJPക്ക് സപ്പോർട്ട് അറിയിച്ചു വന്നത് കേരളത്തിൽ. ഇപ്പോ അല്ലാണ്ട് ഒരുപാട് പേര് വന്നു. ലെഫ്റ്റ് ഓറിയന്റഡ് ആൾക്കാർ നമ്മളൊന്ന് പറയാനുള്ള കാരണം അവർ ഓട്ടോമാറ്റിക്കലി CJPക്കോ ലെഫ്റ്റിനോ സപ്പോർട്ട് കൊടുക്കുള്ളൂ, നമുക്കറിയാം. അല്ലാണ്ട് ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ആയിട്ട് BJP അനുകൂലത എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആളുടെ പുള്ളിക്കാരന്റെ മോള് ഈ പറഞ്ഞ CJPക്ക് സപ്പോർട്ട് അറിയിച്ചു. അതൊക്കെ BJPയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോ ഈ മോഹൻലാലിന്റെ മോൾക്കെതിരെ BJPക്കാരെ സൈബർ ആക്രമണം. ഒപ്പം മോഹൻലാലിനും മറ്റേ മേജർ രവി പറഞ്ഞു മോഹൻലാലിന്റെ മോൾക്ക് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം അറിയില്ല, രാഷ്ട്രീയമായിട്ട് വിദ്യാഭ്യാസമില്ലാത്ത കുട്ടിയാണെന്നൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ മോഹൻലാലിനോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മോഹൻലാലിനോട് മോളെ മര്യാദയ്ക്ക് വളർത്തിക്കൂടെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ ടോവിനോ സപ്പോർട്ട് അറിയിച്ചു വന്നപ്പോൾ ടോവിനോന്റെ വീടിന്റെ മുമ്പിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. അപ്പൊ അങ്ങനെ ഈ CJPക്ക് സപ്പോർട്ട് അറിയിച്ച ഒരുപാട് പേര് വന്നു. അവർക്കെതിരെ BJPയുടെ സൈബർ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല രീതിക്ക് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു BJP ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ ടോവിനോനെ ഫ്ലഡ് സ്റ്റാർ എന്ന് വിളിച്ച് കളിയാക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ BJPയുടെ അറ്റാക്കുകൾ. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം പേളി മാണി ഈ CJPക്ക് അനുകൂലമല്ലാണ്ടൊരു നിലപാടെടുത്ത് വന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? പുള്ളിക്കാരത്തി ആദ്യം ഒരു നിഷ്പക്ഷത, രണ്ടു കാലിലും അതെന്ന് സംബന്ധിച്ച പുള്ളിക്കാരത്തി ഈ പറഞ്ഞ ബിസിനസ് ആണല്ലോ. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഈ വ്യൂസ് വേണം, വ്യൂസ് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ബിസിനസ് നടക്കുള്ളൂ. അപ്പോൾ ഒരു വിഭാഗത്തെ പിണക്കി കഴിഞ്ഞാൽ, ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് മറ്റു വിഭാഗം വെറുക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഒരു വ്യൂസ് കുറയും, ഇൻകം കുറയും. അപ്പോൾ പേളി ആദ്യം ഈ പറഞ്ഞ രണ്ട് വഞ്ചിലും കാലിട്ട് തുഴയാൻ നോക്കി. അത് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരത്തിയുടെ കാവി നിറം പുറത്തു വന്നതാണ്. ഇപ്പൊ മീഡിയ വണ്ടിന് കണ്ടൊരു ഹെഡ്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേളിയുടെ കാവി നിറം പുറത്തു വന്നു. പിന്നെ എന്നിട്ടാ ചതിയന്മാരെ ജനം ഓർത്തിരിക്കുന്നു പറഞ്ഞിട്ട് മീഡിയ വണ്ണിലൊരു ക്യാപ്ഷൻ. അതിന്റെ ഒപ്പം ഫോട്ടോ കൊടുത്തത് പേളിമാണി, മേജർ രവി, മാധവ് സുരേഷ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ലെഫ്റ്റിനോടാ, നിങ്ങൾ എന്തൊരു ഉദ്ദേശിക്കണേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ BJPക്കാര് മോഹൻലാലിന്റെ മോൾക്കെതിരും ടോവിനോനെതിരും ഒക്കെ സൈബർ അതിക്രമം നടത്തിയപ്പോ ഇപ്പൊ നിങ്ങൾ അതന്നെയല്ലേ ചെയ്യണേ? ആലോചിച്ച് നോക്കിയൊക്കെ. ഇപ്പോ ജനൻ TV ഈ പറഞ്ഞ പോലെ ഈ മോഹൻലാലിന്റെ മോളിനെതിരും ടോവിനോനെതിരും ഒരു വാർത്ത കൊടുക്കണ പോലെ തന്നെയാണ് ഇപ്പൊ മീഡിയ വൺ ഈ പറഞ്ഞ പോലെ പേളിമാണിക്കെതിരെ കൊടുക്കണത്. എന്ത് വ്യത്യാസം? അല്ലെങ്കിൽ ഇപ്പൊ പേളിമാണിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ട്, പേളിമാണിയുടെ അക്കൗണ്ട് അൺഫോളോ ചെയ്യുന്നത്, ഒരു വീഡിയോ, ഒരു റീല്. അതായത് കുറെ പേര് അൺഫോളോ ചെയ്യുന്നത് പേളിമാണിനെ. പിന്നെ പേളിമാണിയുടെ ഫോട്ടോസിനിടയിൽ ബാഡ് കമന്റ്സ് ഇടാ. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തൊരു വ്യത്യാസം? BJPയും അല്ലെങ്കിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്തൊരു വ്യത്യാസമുള്ള? ഇപ്പൊ CJPയുടെ അനുകൂലിക്കുന്ന ആൾക്കാരെ പോയിട്ട് പേളിമാണിനെ തെരുവിളിക്കുക. ഇതന്നെയല്ല ഇപ്പൊ BJPക്കാരും ചെയ്യണത്. അതായത് CJPനെ അനുകൂലിക്കുന്ന ആൾക്കാർ പോയി തെരുവിളിക്കുന്നതാണ് BJP ചെയ്യുന്ന കാര്യം. അപ്പൊ അതന്നെയല്ലേ നിങ്ങളും ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവർ തമ്മിൽ എന്ത് വ്യത്യാസം? ഇതാണ് നല്ല മാതൃക, ഇതാണ് ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങള്. ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്ന് പറയുന്നത് CJP അത്ര സ്ട്രോങ് അല്ലെങ്കിലും അത് ഓഫ് കോഴ്സ് CPIMും കോൺഗ്രസും അവരുടെ പിള്ളേരുകള്, പിന്നെ മുസ്ലിംസും. ഈ മുസ്ലിംസ് ഒക്കെ പോയിട്ട് പേളിമാണിനെ തെരുവിളിക്കുക. ഈ യൂട്യൂബിലുള്ള കുറെ മറ്റേ മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പേളിമാണിയുടെ തന്തയ്ക്ക് വിളിക്കാൻ നിൽക്കുക. എന്നിട്ട് നിങ്ങൾ എന്തൊരു ഉദ്ദേശിക്കണേ? അപ്പൊ നിങ്ങൾ ആരോപിക്കണത് CJPനെ സപ്പോർട്ട് ചെയ്യാൻ, ഇടതുപക്ഷനെ സപ്പോർട്ട് ചെയ്യണ സിനിമാടന്മാരും മറ്റുള്ളവരൊക്കെ BJPക്കാരും ഹിന്ദുസും പോയി തെറി വിളിക്കണം, അല്ലെങ്കിൽ BJP വലതുപക്ഷക്കാർ പോയിട്ട് തെറി വിളിക്കണമെന്ന് നിങ്ങൾ പറയണത്. അപ്പൊ നിങ്ങൾ അതെങ്ങനെ ചെയ്യണേ? ഒരാൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ള ഒരു രാജ്യമാണ്. പറഞ്ഞ മനസ്സിലായി? മാന്യമായിട്ട് ആരെയും നമുക്ക് നല്ലതും പറയാം, പൊട്ടയും പറയാം. പൊട്ടാന്ന് വെച്ചാൽ വിമർശിക്കാം. പറഞ്ഞ മനസ്സിലായില്ല? ആരെയും വിമർശിക്കാനുള്ള അധികാരം ഈ ഇന്ത്യയിലുണ്ട്. ഭരണഘടന ഉറപ്പായിട്ടുള്ള കാര്യം അത്. മാന്യമായിട്ടായിരിക്കണം എന്നുള്ളൂ. പിന്നെ പല സംസ്ഥാനങ്ങളിലും അത് വിമർശിക്കാൻ പറ്റുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷെ കേരളത്തിലൊക്കെ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല കേരളത്തില്. അപ്പൊ അങ്ങനെയുള്ളൊരു അവകാശം, വിമർശിക്കാനുള്ളൊരു അവകാശം ഈ CJPനെ അനുകൂലിക്കുന്ന ആൾക്കാര് BJPനെ വിമർശിച്ച് എടുത്ത പോലെ തന്നെ പേളിമാണിക്കും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? അതിൽ എന്ത് തെറ്റുള്ള? ഇപ്പൊ ആ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലോ തെറ്റുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം മാന്യമായിട്ട്, അല്ലാണ്ട് ആ വ്യക്തിനെ ആക്ഷേപിക്കല്ലേ ചെയ്യണ്ടേ? അപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റിനോട് തന്നെ പറയാനുള്ളത്. കാരണം BJPയോട് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഞാൻ എന്ന് പറഞ്ഞ ഈ അന്തം കമ്മികൾ, അന്തം കൊങ്ങികൾ, അന്ത്യ സംഖ്യകളുടെ പോലെ ആണല്ലോ ഞാൻ. എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും കാണും, രാഷ്ട്രീയ നിരീക്ഷകൻ, അതായത് ഏഷ്യാനെറ്റിൽ വന്നിരിക്കണ ഈ കപടമായ രാഷ്ട്രീയ നിരീക്ഷകരുടെ പോലത്തെ ആളല്ല ഞാൻ ശരിക്കും വ്യക്തമായിട്ട് രാഷ്ട്രീയ നിരീക്ഷിച്ചിട്ട്. ഇനിയിപ്പോ എന്നെ ഈ പറഞ്ഞ പോലെ കമ്മീന്നോ സംഖ്യന്നോ കൊങ്ങിന്നോ എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞത് പക്ഷം ഞാൻ നിഷ്പക്ഷം അത് പറയൂലേ, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഇടതുപക്ഷത്തിനോടാ, നിങ്ങൾ എന്ത് മാതൃക കാണിക്കണേ?
അതായത് പേളിമാനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് പ്രകടിപ്പിക്കുക, അല്ലാണ്ട് പുള്ളിക്കാരത്തിൽ തന്തയ്ക്ക് വിളിക്കല്ലേ ചെയ്യുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും BJP ഒരു വ്യത്യാസമല്ലേ ഉണ്ടായി, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അതായത് ഇപ്പൊ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോ കേരളത്തിൽ വലിയ വർഗീയ കലാപങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇന്ത്യയുടെ ഉള്ളിൽ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ഫോർ ലിവിങ് കേരളം തന്നെയാണ്. അത് ഈ മറുനാടൻ മലയാളം ഏഷ്യാനെറ്റ് ന്യൂസും കാണുന്ന അന്തങ്ങൾ പറയുന്നതല്ല. ശരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ കേരളത്തിൽ പുറത്തു പോയി മനസ്സിലാവും, അല്ലെങ്കിൽ പുറത്തു പോയി ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോടൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ പുറത്തു പോയിട്ട് AC കാറിൽ ജോലിക്ക് പോയി വീട്ടിൽ പോയി വരുന്ന ആൾക്കാർക്ക് അറിയില്ല, ശരിക്കും ജീവിക്കുന്നവർക്ക് അറിയാം കേരളത്തിന്റെ വില, പുറത്തു പോയവർക്ക് അറിയാം, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ കേരളത്തിന്റെ ഈ ഒരു ശാന്തത, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലുള്ള ശാന്തത, അത് കളയാണ്ട് നോക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ മെയിൻ ഉത്തരവാദിത്തം. കാരണം വെച്ചാൽ കേരളം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഈ പറഞ്ഞ പോലെ ഇപ്പോ BJPക്ക് ഉള്ളതിന്റെ ഇരട്ടിയുണ്ട് CPM-ന്റെയും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ വോട്ട് കൂട്ടി കഴിഞ്ഞാൽ പറഞ്ഞ മനസ്സിലായില്ലേ? BJPക്ക് അത്ര ഇല്ല. അപ്പോ ഇടത് വലതെന്ന് പറയുമ്പോൾ കോൺഗ്രസും CPM പറയുമ്പോൾ, പക്ഷെ ഇന്റർനാഷണൽ ലെവലിൽ ഇടത് വലത് നോക്കുമ്പോൾ ഈ ഇടതിന്റെ ഒപ്പമാണ് കോൺഗ്രസും പിന്നെ ഈ CPM ഒക്കെ നിൽക്കുക. അപ്പൊ വലത് BJP മാത്രമേ ഉള്ളൂ. അപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലം, പക്ഷെ ഭൂരിപക്ഷം അപ്പോഴും ഹിന്ദുസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ മുസ്ലിംസും ഇടതുപക്ഷവും കൂടി ഇങ്ങനെ ഈ അനാവശ്യമായിട്ട് ഒരു പേളിമാനോട് പോലത്തെ ആൾക്കാരെ ഒരു BJPക്ക് സപ്പോർട്ട് അറിയിച്ചു, അല്ലെങ്കിൽ ഇടതുപക്ഷം ഉദ്ദേശിക്കാത്തൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള രീതിയിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹിന്ദുസ് ഒക്കെ ഒരു ഏകീകരണം നടക്കുകയില്. അത് നിങ്ങൾക്ക് ബോധമില്ല, അല്ലെങ്കിൽ അത് നടന്നുണ്ട് ഒരുപാട്. അതിന് കഴിഞ്ഞ ഇലക്ഷന് കണ്ടത് പറഞ്ഞ മനസ്സിലായില്ലേ? കഴിഞ്ഞ ഇലക്ഷന് പിന്നെ BJP സതീശന് കുത്തി, അത് അറിയാലോ എല്ലാവർക്കും. CPM-നെ തകർക്കാനുള്ള വേറെ അജണ്ട, ഹിന്ദു പാർട്ടിയുള്ള CPM, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായിട്ടുള്ള CPM തകർന്നാണ് ഇവിടെ BJPക്ക് വളർച്ചയുള്ളൂ. അപ്പൊ അതിനെനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഈ CPM-മാരും കോൺഗ്രസ്സുകാരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മുസ്ലിം ലീഗുകാരും നിങ്ങളൊക്കെ ഈ വിഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കെതിരെ ഒരു അഭിപ്രായം പറയുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഹിന്ദു ആവുമ്പോ, ഹിന്ദു എന്നല്ല മതല്ലേ ആരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് യോജിപ്പില്ലാത്തൊരു അഭിപ്രായം പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ആക്രമിക്കരുത്. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളും മറ്റൊരു തമ്മിലൊരു വ്യത്യാസം ഇല്ലാണ്ടായി, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആൾക്കാർ ചിന്തിക്കുക, ശരിയാണല്ലോ, ഇപ്പൊ BJP-ക്കാര് CJP-യുടെ അനുകൂലികളെ ആക്രമിക്കുന്ന പോലെ തന്നെയാണ് ഇടതുപക്ഷം BJP അനുകൂലികളെ ആക്രമിക്കണം. അപ്പൊ എന്ത് വ്യത്യാസം ആൾക്കാർ ചിന്തിച്ചു കൊടുക്കുന്നു, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതിനൊരു ഇടവരുത്തരുത്. അങ്ങനെ പോയി ഇപ്പൊ കേരളത്തിലുള്ള ഈ ശാന്തതയും ഈ ഒരു സന്തോഷവും സമാധാനമൊന്നും ഇത്രയും ഉള്ളത്, അതായത് 100% പെർഫെക്റ്റ് അല്ല, മറ്റു സംസ്ഥാനങ്ങൾ വെച്ചുമ്പോൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായി. ഇപ്പൊ കേരളത്തിനെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പൊ കാനഡ, UK, നമ്മുടെ കുറെ മലയാളികളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ടോപ്പ് ഞാൻ പറയില്ല, അവരെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുന്നത്, പറഞ്ഞ മനസ്സിലായി? ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയിലത്തെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് പോയവർക്ക് അറിയാം, അല്ലെങ്കിൽ ഈ അന്ധമായിട്ട് ന്യൂസ് കാണാണ്ട് സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും രാഷ്ട്രീയം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ലോകം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അറിയാൻ പറ്റും, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കുക, ഈ ഒരു ശാന്തത കളഞ്ഞു കുടിക്കരുത് വെറുതെ അനാവശ്യമായിട്ട്. അതായത് വിയോജിപ്പുണ്ടാവണം. ഇപ്പൊ ഒരാൾ പറയണ എല്ലാതും നമ്മൾ അംഗീകരിക്കണം ഒരു നിയമമില്ല, ഒരു നിർബന്ധമില്ല. പക്ഷെ രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ നിലപാടുകളിലും വിയോജിപ്പ് ഉണ്ടാവണം, ഒരു കുഴപ്പമില്ല, അത് അറിയിക്കും വേണം, അത് മാന്യമായിട്ടായിരിക്കണം. പിന്നെ ഈ വിയോജിപ്പുകൾ ഒരാളെ വ്യക്തിഗത ചെയ്യാനോ അത് പേഴ്സണൽ ആക്കി മാറ്റാനോ പേഴ്സണലായിട്ടുള്ള വേട്ടയാടലിന് ഉപയോഗിക്കാനോ ശ്രമിക്കാതിരിക്കുക, പറഞ്ഞ മനസ്സിലായി? പല കാര്യങ്ങളോടുണ്ട്. വേറൊരു കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പൃഥ്വിരാജ് ഈ പ്രാവശ്യം CJPക്ക് നല്ല ആളൊരു പ്രസ്താവന ഒരു സംഭവം ഞാൻ കണ്ടു. കാരണം എന്തുകൊണ്ടാണ്, എമ്പുരാന്റെ സമയത്ത് ആൾക്കെതിരെ BJP നല്ല സൈബർ അധിക്ഷേപമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആളുടെ എല്ലാ സിനിമകളും പൊളിക്കാൻ BJP നന്നായി പണിയെടുക്കുന്നുണ്ട്. BJPക്കാർ ഈ സൈബർ ഹാൻഡിൽസ് ഒക്കെ, മറ്റേ പൃഥ്വിരാജിന്റെ ഒരു ഐനോപടി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ അത് നെഗറ്റീവ് ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പൃഥ്വിരാജ് പേടിച്ചു, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ ഈ പൃഥ്വിരാജിനെ BJP പേടിപ്പിച്ച പോലെ ഇപ്പൊ പേളിമാനിനെ ആൾക്കാർ ചെയ്യണം. ഈ അൺഫോളോ ചെയ്യണതും പേളിമാനിയുടെ ബിസിനസിനെ എഫക്ട് ചെയ്യിപ്പിക്കുന്നതും അതും ഒരു ഭീഷണി തന്നെയാണ്. BJP ചെയ്യണം അതേ കാര്യം തന്നെ മറ്റേ ഇടതുപക്ഷക്കാരും ഈ കോൺഗ്രസ്സുകാരും CPM-ഉം മുസ്ലിം ലീഗുകാരും ചെയ്യണത്, പറഞ്ഞ മനസ്സിലല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു നല്ല മാതൃക മുന്നോട്ട് വെച്ച് കേരളത്തിൽ ഇപ്പോഴുള്ള ഈ ശാന്തത ഇത് നിലനിർത്താൻ ശ്രമിക്കുക, പറഞ്ഞ മനസ്സിലല്ലേ?